നമസ്കാരം. മോഹൻലാലിന്റെ ഏറ്റവും വലിയ തിയേറ്റർ ഹിറ്റുകളിൽ ഒന്നാണ് പുലിമുരുകൻ. മലയാളത്തിലെ ആദ്യത്തെ 100 കോടി ചിത്രം എന്ന അവകാശവാദവും പുലിമുരുകനുണ്ട്. എന്നാൽ ശരിക്കും 100 കോടി ക്ലബിൽ കയറിയിരുന്നോ പുലിമുരുകൻ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. പുലിമുരുകൻ നിർമ്മാണത്തിന് ഫൈനാൻസ് ചെയ്ത ടോമിൻ തച്ചങ്കരിയുടെ വെളിപ്പെടുത്തലാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. പുലിമുരുകന് വേണ്ടി നിർമ്മാതാവ് എടുത്ത ലോണ് ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല എന്ന് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തച്ചങ്കരി പറയുന്നുണ്ട്. സിനിമകളുടെ കളക്ഷൻ സംബന്ധിച്ച് കണക്ക് നിരത്തുന്നത് ആരാണോ അവരുടെ ലാഭനഷ്ടങ്ങൾക്കനുസരിച്ച് കണക്ക് മാറ്റി കാണിക്കുമെന്നാണ് ടോമിൻ തച്ചങ്കരി പറയുന്നത്. പുലിമുരുകൻ താൻ ഫൈനാൻസ് ചെയ്ത പടമാണ്. അത് എത്ര വലിയ ഹിറ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അതിന് KFCയിൽ നിന്നെടുത്ത ലോണ് ഇതുവരെ അടച്ചിട്ടില്ല. ഇത് നിർമ്മാതാവിനോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത്. കാര്യങ്ങൾ എല്ലാവരും പറയുന്നത് പോലെയല്ല എന്ന്. അദ്ദേഹത്തെ തനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളാണ്. പുള്ളിയുടെ കാര്യം വലിയ ബുദ്ധിമുട്ടിലാണ്. അദ്ദേഹം ആ സമയത്ത് പ്രൊജക്ട് ചെയ്ത ഒരു ചിത്രമുണ്ട്. സിനിമ വലിയ ലാഭമാണെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ട് കാണിക്കുന്ന കണക്ക് വ്യത്യസ്തമാണ് എന്നാണ് ടോമിൻ തച്ചങ്കരി പറയുന്നത്. അതേസമയം ടോമിൻ തച്ചങ്കരിയെ തള്ളി പുലിമുരുകന്റെ നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം രംഗത്ത് വന്നിട്ടുണ്ട്. പുലിമുരുകൻ ലാഭമായിരുന്നുവെന്നും സിനിമയ്ക്ക് വേണ്ടി എടുത്ത ലോൺ 2019 അടച്ചു തീർത്തിട്ടുണ്ടെന്നും മറ്റൊരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ടോമിച്ചൻ മുളകുപാടം പറഞ്ഞിരുന്നു. പുലിമുരുകൻ നേടിയ 100 കോടി എന്നത് നികുതിയും തിയേറ്റർ ഓഹരിയും അടക്കമുള്ള മൊത്തം ബിസിനസ് ആണ്. അതിൽ ഓവർസീസ് കളക്ഷനോ OTTയോ ഇല്ലെന്നും കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള കളക്ഷൻ മാത്രമാണെന്നും ടോമിച്ചൻ മുളകുപാടം പറയുന്നുണ്ട്. പുലിമുരുകൻ ആദ്യം ബജറ്റ് പറഞ്ഞിരുന്നത് 20 കോടി രൂപയായിരുന്നു. എന്നാൽ ബജറ്റ് ഇരട്ടിയായി. 100 ദിവസം പ്ലാൻ ചെയ്ത സിനിമ 210 ദിവസം എടുത്താണ് പൂർത്തിയാക്കിയത്. ഇതോടെയാണ് ബജറ്റ് ഇരട്ടിയായത്. KFCയിൽ നിന്ന് 2 കോടി അടക്കം പല സ്ഥലത്ത് നിന്നായി പണമെടുത്താണ് പുലിമുരുകൻ പൂർത്തിയാക്കിയത്. താൻ ലോൺ എടുക്കുന്ന സമയത്ത് ടോമിൻ തച്ചങ്കരി KFCയുടെ തലപ്പത്ത് വന്നിട്ടില്ല. ഒരു പൈസ പോലും അടച്ചു തീർക്കാൻ ബാക്കിയില്ല. 3 കോടി നികുതിയും അടച്ചിട്ടുണ്ട്. ലാഭമില്ലെങ്കിൽ നികുതി അടയ്ക്കേണ്ട ആവശ്യവുമില്ലല്ലോ എന്നും ടോമിച്ചൻ മുളകുപാടം പറയുന്നുണ്ട്. ഒരു നിർമ്മാതാവ് എന്ന നിലയിലുള്ള തന്റെ സിനിമാ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും വിജയവും നേടിത്തന്ന ചിത്രമാണ് പുലിമുരുകൻ എന്നും ആ ചിത്രത്തെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച് ചിലർ പറയുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും ടോമിച്ചൻ മുളകുപാടം വ്യക്തമാക്കുന്നുണ്ട്. സിനിമയെക്കുറിച്ചുള്ള തെറ്റായ ആരോപണങ്ങളും വാസ്തവ വിരുദ്ധമായ പ്രചരണങ്ങളും അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നുവെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ടോമിച്ചൻ പറയുന്നുണ്ട്. ഒരു കടുവയെ വെച്ചായിരുന്നു ഷൂട്ട് പ്ലാൻ ചെയ്തത്. കടുവ നമ്മൾ പറഞ്ഞെടുത്ത് നിൽക്കില്ല. കുറെ ദിവസം അതിനെ നോക്കി വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. 100 ദിവസം പ്ലാൻ ചെയ്ത സിനിമ തീർന്നപ്പോൾ 210 ദിവസമായി. അങ്ങനെയാണ് ബജറ്റ് ഇരട്ടിയായത്. അതായത് ഏകദേശം 3/4 വർഷം ഷൂട്ടിങ്ങിന് മാത്രമായി വേണ്ടി വന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ ഏകദേശം 1 വർഷത്തോളം എടുത്തു എന്നാണ് നിർമ്മാതാവ് പറയുന്നത്.